ധിക്കാരവും എന്റെ ശരീരത്തിൽ തൊടാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായി? ഞാൻ ഇപ്പൊ എന്റെ അമ്മയോട് പറയും. അമ്മേ, 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 അമ്മേ. ക്ഷമിക്കണം, ഇന്നലെ എന്റെ അറിവുകേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിന് അടുത്തേക്ക് ഉദ്ദേശം? ഞാൻ ഇവിടെ നിന്ന് ഉടനെ തന്നെ അങ്ങ് ഇറങ്ങിയിട്ട് ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ താമസിക്കുന്നത് എനിക്ക് ശരിയല്ല. ഓഹോ, പൊളിച്ചു കിടക്കാമെന്ന് വിചാരിച്ചല്ലേ? നിങ്ങൾ അമ്മ വിളിക്കുന്നു. എന്തിനാണെന്നേ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. അമ്മയോടൊക്കെ പറഞ്ഞോ? നിങ്ങൾ ചെല്ലണം മിസ്റ്റർ. അമ്മ മാത്രമല്ല, എന്റെ ചില ബന്ധുക്കാരും അയൽവാസികളും എല്ലാം ഉണ്ട്. എനിക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചു. അയ്യോ, ഈശ്വരന് വിചാരിച്ച് എന്നെ അവമാനിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന്. വേണമെങ്കിൽ ഞാൻ കാൽ പിടിച്ച് മാപ്പ് ചോദിക്കാം. ഇനി ഒരിക്കലും ഞാൻ പറ്റില്ല. തീർച്ചയാണോ? അതെ, തീർച്ച. സത്യം ചെയ്യണം. ഈശ്വരനാണ്, എന്റെ ഗുരുവനാണ്. ഞാൻ ഇനി ഇങ്ങനൊരു അബദ്ധം ചെയ്യില്ല. അത് പറ്റില്ല. ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞ് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. സമ്മതമാണോ? സമ്മതമാണ്. ഇനി ആയുസ് കാലത്ത് എന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെയും ശരീരത്ത് മനസ്സറിഞ്ഞ് ഞാൻ തൊടില്ല. ഇത് സത്യം. ഇന്ദു, ഇന്ദു, എന്റെ ആയുസ് കാലത്ത് ഇന്ദുവിനെ അല്ലാതെ മറ്റൊരു സ്ത്രീയും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് തൊടുകയില്ല. സത്യം, സത്യം, സത്യം. അപ്പൊ എന്നെ തൊട്ടതിനുള്ള പരിഹാരം? അതിനുള്ള പരിഹാരം അമ്മ ഉണ്ടായിക്കൊള്ളാം മക്കളെ. നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടണമെന്നില്ല. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. അമ്മ ഇത് ആഗ്രഹിച്ചതുമാ. അതങ്ങനെ തന്നെ നടക്കട്ടെ. ഇതാണ് നമ്മുടെ കിടക്കമുറി. സാധനങ്ങളെല്ലാം ഭംഗിയായി സൂക്ഷിക്കണം. ഒരു കേടുപാടും വരുത്തരുത്. പിന്നെ ആ ജനാലയിൽ തുടരുത്. വിയാവിനി ഇളകി താഴെ വീഴും. ഇനി ഒരു കാര്യം, സ്വിച്ചിടുമ്പോൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അല്ല, തൊട്ട് ഉടനെ ഷാക്കടിച്ചോ. ഹിന്ദു, നിനക്കെന്നെ ഇഷ്ടമായി? വലിയ ഇഷ്ടമായി. എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി. ഊണൊക്കെ എങ്ങനെയായിരുന്നു? ഓ, ശിവായിക്ക് എന്ത് ഹണിയാണ് സാർ, മൂന്നല്ലേ ഉള്ളൂ. എന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു മാസത്തെ അവധി എടുത്ത് ഒരൊറ്റ പോക്കാണ്. പെണ്ണിനെ വീട്ടിൽ വിട്ടുടനെ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ ഒരു മാസം ഞാൻ ഒരാഴ്ചയാക്കി മാറ്റി. ഓഹോ, ഇങ്ങനെയുണ്ട്. കല്യാണം കഴിച്ച് നോക്കണം, അപ്പോഴറിയാം. സംസാരിച്ച് നിൽക്കാതെ എല്ലാവരും വന്നാട്ടെ. ഇന്ന് പുതിയ കളക്ടർ ചാർജ് എടുക്കുകയാണ്. ഓഹോ, വരൂ വന്നാട്ടെ. अभियों से
സാർ, അങ്ങ് കളക്ടർ, ഞാൻ ശിപ്പായി. സേതു പറയട്ടെ. എനിക്ക് മാപ്പ് ചെയ്തു. മാപ്പോ? എന്തിന്? നിന്നെ കളക്ടറാക്കാൻ വേണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി, എന്നിട്ട് അവസാനം കള്ളനാക്കി ഇറക്കി വിട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അന്ന് കുടിച്ച് ലക്കില്ലാതെ വന്ന അച്ഛൻ അബദ്ധത്തിൽ പേഴ്സ് നിന്റെ പെട്ടിയിൽ വെച്ച് മറന്നുപോയതാ. പിന്നീടാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഈ വിവരം നിന്നോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ വേണ്ടി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടിയല്ലോ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയരുത്. ഇപ്പോഴെങ്കിലും സത്യം ബോധ്യമായി. എനിക്ക് ആശ്വാസമായി. എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ. നീയെങ്കിലും എന്നെ അവിശ്വസിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിച്ചു. പക്ഷേ നീ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നപ്പോ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചു എന്ന് നിനക്കറിയാമോ ജഗദീഷ്? എന്നോട് ക്ഷമിക്കൂ ശരി, ക്ഷമിക്കൂ. ഹൃദയം കൊണ്ടേ ഹൃദയം കാണാൻ കഴിയൂ എന്ന് എന്നെ പഠിപ്പിച്ച നീ എന്റെ ഹൃദയം കണ്ടില്ല. സേതു, സാരമില്ല, എല്ലാം കഴിഞ്ഞ കഥ, മറന്നു കളി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് അത്ഭുതകരമായിട്ട്. എല്ലാം ദൈവനിശ്ചയം. ഏതായാലും നിന്നെ ഈ ശിവായി ജോലി തുടരാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഞാൻ ഒരു നല്ല ജോലി ഏർപ്പെടും. വേണ്ട ജഗദീഷ്, എനിക്ക് ഈ ജോലി മതി. അത് ഞാൻ നിശ്ചയിച്ചോളാം. നീ എവിടെ താമസിക്കുന്നത്? എന്റെ ഭാര്യ വീട്ടിൽ. നീ വിവാഹം കഴിച്ചോ? ഇതെന്നെ അറിയില്ലല്ലോ. അതൊരു പാവപ്പെട്ട വിവാഹമായിരുന്നു ജഗദീഷ്. എന്നെ അറിയിക്കാതെ ഞാൻ നിന്നെ കുറ്റപ്പെടുന്നില്ല. എന്റെ വിവാഹം ഞാൻ നിന്നെ അറിയിച്ചില്ലല്ലോ. ഓഹോ, അപ്പൊ നീ വിവാഹം കഴിച്ചോ? ഏതായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. സ്റ്റാഫൊക്കെ പരിചയപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്ക് കളക്ടറും പിയുമായിട്ട് അല്ലാതെ സംസാരിക്കും. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇന്ന് നിന്റെ വീട്ടിൽ വരും. അതിന്റെ വീട് എവിടെ? അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയുമായി നിന്റെ ബംഗ്ലാവിൽ വരാം. അതാണ് മര്യാദ. വെരി ഗുഡ്. ഇന്ന് തന്നെ വരണം.